ഹായ് ഹലോ, ദിസ് ഇസ് രശ്മി ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അങ്ങനെ ഞങ്ങളുടെ സെം എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോവാം എന്നുള്ളൊരു പ്ലാൻ വന്നപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് പോവാറ്. പക്ഷേ എനിക്കിങ്ങനെ സർപ്രൈസ് കൊടുക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹം. ബാംഗ്ലൂർ വന്ന ശേഷം കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഞാൻ അങ്ങനെ പോയിട്ടൊക്കെയുണ്ട്, പറയാതെയൊക്കെ പോയിട്ടുണ്ട് വീട്ടിൽ. പക്ഷേ ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ അങ്ങനെ പറയാതെ പോയിട്ടില്ല അമ്മയുടെ അടുത്ത്. സോ ഞാനിങ്ങനെ ഒരു സർപ്രൈസായിട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വായിന്ന് ഞാൻ അമ്മയുടെ അടുത്ത് അറിയാതെ ഇന്നലെ ഒന്ന് അമ്മ പിന്നെ ഞാൻ പാക്ക് എന്നൊക്കെ പറഞ്ഞ് വന്നു. പക്ഷെ പാക്ക് എന്നുള്ള വാക്ക് മുഴുമിപ്പിച്ചില്ല ഗൈസ്. അപ്പം ഞാനപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞു അമ്മ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ അബദ്ധത്തിൽ ഗൈസ് എൻ്റെ മണ്ടത്തരത്തിൽ ഞാൻ എന്ത് ചെയ്തൊരു സ്റ്റോറി ഇട്ടായിരുന്നു. സോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ അത് FBയിലും കൂടെ ഒന്ന് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ആയിപ്പോയി. സോ അങ്ങനെ അപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് സെമ്മ ലീവാണെന്നൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പക്ഷേ ഐ സംഹൗ മാനേജ്ഡ് ഇറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ലമ്മ ഞാൻ വരുന്നില്ല എന്നുള്ള പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല, വീട്ടിൽ പോകുമ്പോൾ അവർക്ക് നേരത്തെ അറിയാം അങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഫ്ലോപ്പ് സർപ്രൈസ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ സർപ്രൈസ് വ്ളോഗായി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്ന് എൻ്റെ കൃഷ്ണന് മാത്രമേ അറിയുള്ളൂ. സോ ഞാനപ്പം ഇന്ന് വൈകുന്നേരം എനിക്ക് 5 മണിക്കാണ് ട്രെയിൻ. അപ്പം ഞാനിവിടെ നിന്ന് ബാംഗ്ലൂർ ട്രാഫിക് നിങ്ങൾക്കൊക്കെ അറിയാം. ഇറ്റ് ടേക്സ് നമുക്ക് 2 ജില്ലയ്ക്ക് പോകാനുള്ള സമയം ചിലപ്പോൾ എടുക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 2:45 അപ്പോഴേക്കും ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ലെറ്റ്സ് സി. ഓക്കെ, അപ്പം 2:45 ആകുമ്പോഴത്തേനും ഇറങ്ങണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കെങ്കിൽ എനിക്ക് ഇറങ്ങണം ഇവിടെ നിന്ന്. എന്നാലേ ഞാൻ 5 മണിയാകുമ്പോഴത്തേനും എനിക്ക് കണ്ടോൺമെൻറ്റിൽ നിന്നാണ് ട്രെയിൻ. സോ ഇവിടെ അധികം നിർത്തിയിടാറില്ല. സോ അതുകൊണ്ട് എനിക്ക് നേരത്തെ എത്തണം. അപ്പം എനിക്ക് ഇനി തിരിച്ച് കോളേജിലേക്ക് മാർച്ച് 6 വന്നാൽ മതി. സോ എനിക്ക് 1 മന്ത് കംപ്ലീറ്റ് ലീവാണ്. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യാൻ ഇത് ഞാൻ എന്നും പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ലിവ് ഇറ്റ്. അപ്പം ഞാൻ എന്താണേലും എനിക്ക് കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗോ. ഞാനിപ്പം ഇറങ്ങാൻ പോവാം. ഞാൻ ക്യാബ് വിളിച്ചിട്ടുണ്ട്. അപ്പം സമയം 2:50 അപ്പം ഞാനിപ്പോൾ ഇറങ്ങിയാലേ അവിടെ ഒരു 4 മണിയുടെ ഉള്ളിലെങ്കിലും എത്തുള്ളൂ. ട്രാഫിക്കുണ്ട്, പ്രത്യേകം വീക്കെൻഡൊക്കെ ആയേക്കൊണ്ട് നല്ല ട്രാഫിക് കാണും. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ ഇറങ്ങണത്. അപ്പോൾ ഞാൻ എനിക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ആര്യ ചേച്ചീനെ ഒന്ന് പോയി കാണണം. ആര്യ ചേച്ചീനെ പോയി കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ക്യാബ് വിളിച്ചിട്ട് പോകും. ഹലോ. സോ ഞാനിപ്പം ക്യാബ് വരുന്നേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ ചേച്ചീനെ വന്നിട്ട് കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് വന്നതാണ്. എന്താ ആത്മാർത്ഥത നോക്കട്ടോ കുട്ടിയുടെ ബാക്കി അല്ലേ. അങ്ങനെ ഞാൻ ചേച്ചീനെ കാണാൻ വന്നതാ. അപ്പോൾ എനിക്ക് ചേച്ചീനെ കാണണം. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പലുവിൻ്റെ ബർത്ത്ഡേക്ക് മീറ്റ് ചെയ്യും. യെസ്, അപ്പോൾ എല്ലാവരും പലുവിൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചി ഒരു സർപ്രൈസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും വന്നോ തൃപ്പൂണിത്തറയ്ക്ക്. പാലുവിനെ അറിയാവുന്നവർ കേട്ടോ, പാലുവിനെ അറിയാവുന്നവർ ഓൾവേസ് വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 18 പാലുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കല്ലേ. സോ ഞങ്ങൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേച്ചിനെ കാണാൻ വന്നു. ഇനി ഞാൻ ചേച്ചിയുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വന്നോ? അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് വരാം. ഇനി ഞാൻ ക്യാബ് വിളിച്ച് ഞാൻ 3 മണിയാകുമ്പോൾ. എവിടുന്നാ? ഇവിടുന്ന് അല്ല, എവിടുന്നാ? കണ്ടോൺമെന്റ്. അപ്പം ഞാൻ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ കാണുന്നതായിരിക്കും. ചിലപ്പോൾ ലക്ഷ്മിയുടെ സർപ്രൈസ് വ്ലോഗ് നിങ്ങൾ കാണാതെ ഇരിക്കരുത്.
എല്ലാവരും ഞെട്ടും. ഞെട്ടിത്തരിക്കണം. അപ്പൊ അതുകൊണ്ട് അവസാനം വരെ കാണണം കേട്ടോ. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുക ഞെട്ടാൻ വേണ്ടിട്ട്. അവസാനം അമ്മ അവിടെ എത്തിയിട്ട് എനിക്കറിയായിരുന്നു നീ വരുന്നത്. ഇന്നലെ തന്നെ ഒരു മന്ദബുദ്ധനം പറഞ്ഞു. എന്താ ഭയങ്കര എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ സർപ്രൈസ് വ്ലോഗാന്ന് എന്തോ 1 മാസം മുമ്പ് കണ്ട് പറഞ്ഞു തുടങ്ങിയതാട്ടോ. എന്നിട്ട് ഇന്നലെ അമ്മ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ഇവള് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. അമ്മ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇവള് പറയാ, അമ്മ ഞാൻ ഇങ്ങനെ ബാഗ് പാക്ക് ചെയ്തെന്നാ പറയാൻ വന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഇവളെന്താ സർപ്രൈസ് വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ അമ്മ അഭിനയിക്കണോ? പെട്ടെന്ന് അല്ല ഞാൻ ചേച്ചിയെ പ്രാങ്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളതൊരു പ്രാങ്ക് സ്റ്റോറി ആക്കി മാറ്റി. അതാണ് സത്യം. ഇനി അവിടെ ചെല്ലുമ്പോ അമ്മ ഇവളെ പ്രാങ്കാത്ത് നോക്കാം. അതാണ് എന്റെ ഒരു പേടി. അവസാനം അമ്മ എനിക്കറിയായിരുന്നു നീ വരണത് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ തീർന്നു ഗൈസ്. പിന്നെ ഇതൊരു വരും എന്നറിയായിരിക്കും ചിലപ്പോ, സെംബ്രേക്ക് ഒക്കെയാന്ന് അറിയാലോ, പക്ഷെ എക്സ്പെക്ട് ചെയ്യില്ല, അത്ര ഉണ്ടാവുള്ളൂ. ഭയങ്കര ഞെട്ടലൊന്നും പ്രതീക്ഷിക്കണ്ട, കാരണം നമ്മൾ UK ന്നൊന്നും അല്ലല്ലോ വരുന്നത്. ഓഫ് കോഴ്സ് പോവാറുണ്ടല്ലോ നമ്മള്. അതെ, അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, എന്നാ നിർത്തിക്കോളൂ. അപ്പൊ ശരി ഗൈസ്, എല്ലാവരും രശ്മിയുടെ വ്ലോഗ് അവിടെ തീരുന്നത് വരെ എല്ലാരും കാണാതിരിക്കരുത് കേട്ടോ. അപ്പം അപ്പൊ ഞാൻ ഇനി ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ക്യാബിൽ പോകുമ്പോ ഞാൻ കാണുന്നതായിരിക്കും. അപ്പൊ ബൈ. ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു സമയം 3:30 ആയി. പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഒരു 4 മണിയാകുമ്പോഴത്തേനും എത്തും എന്നാണ് കാണിക്കുന്നത്. അപ്പം ഗൈസ്, ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞാനിവിടെ ഇരിക്കുവാണ്. ട്രെയിൻ ഞാൻ സമയം 4:15 ഇനി ട്രെയിന് 5:02 വരും. ഡിലേ ഒന്നും ഇല്ല. ഡിലേ ഞാൻ ഇറങ്ങുന്ന സമയം വരെ ഒരു 15 മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിലേ ഇല്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്തെത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ഇനി അതുവരെ പോസ്റ്റാണ് ഗൈസ്. ഞാൻ ട്രെയിൻ വരുന്നവരെ ഞാൻ പോസ്റ്റാണ്. അങ്ങനെ ഇപ്പം ഞാൻ ട്രെയിൻ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞ് മുകളിൽ കയറി കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. നല്ല ടയേർഡാണ്. അപ്പം കിടന്ന് പാലക്കാട് ഒരു 1:30 ആകുമ്പോൾ ഷാർപ്പ് എത്തുന്നുണ്ട്. ഡിലേ ഒന്നും ഇല്ല. അപ്പം പാലക്കാട് എത്തിയിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞാൻ അധികം ഉറങ്ങിയില്ല. ഞാൻ 11:30-12 ആകുമ്പോൾ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങിയില്ല. ഇനിയിപ്പോൾ എനിക്ക് ആകെ പേടി, വീട്ടിൽ പോയിട്ട് അവർ എന്നെ വഴക്ക് പറയുമെന്നോ. വഴക്ക് കേൾക്കും, എന്താണെങ്കിലും കേൾക്കും, ചീത്ത പറയും എന്താ. അത് കഴിഞ്ഞ് പക്ഷെ എന്നാലും എനിക്കൊരു സന്തോഷമാണ് സർപ്രൈസ് കൊടുക്കണമെന്നുള്ളത് അവരോട് പറയാതെ പോയതിൽ, യുനോ. അപ്പം അങ്ങനെ ഇനിയിപ്പം ഞാനിവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം വീട്ടിലോട്ട് ചെല്ലാൻ. ഇനി ഓട്ടോ പിടിക്കണം. ഇവിടെ കുറേ ഓട്ടോ ഉണ്ട്. അത് ഞാനങ്ങനെ ഓട്ടോ കയറി ഗൈസ്. ഇനിയിപ്പോൾ വീട് ഒരു 10 മിനിറ്റ് എത്തും. എനിക്കവർ കോൾ എടുത്താൽ മതിയെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കേണ്ടി വരും. വീടെത്തി ഗൈസ്. ഇവരൊക്കെ ഉറങ്ങുക തോന്നുന്നു. ഞാൻ വിളിച്ചിട്ടില്ല ആരെയും. ലെറ്റ്സ് കോൾ സംബഡി ആൻഡ് ഓപ്പൺ ദ ഡോർ. ഓക്കെ, ഞാൻ അച്ഛനെ വിളിച്ചു. ഓൾമോസ്റ്റ് 2:10 ഡോർ തുറന്നത്. 2 മണിക്ക് ഞാൻ എത്തി. 10 മിനിറ്റ് പോസ്റ്റ് തുറക്കും ഗായ്സ്. ഞാൻ അയ്യോ, മിസ്റ്റർ മുരളി നല്ല കലിപ്പിലാണ്. നന്ദി. ഗൈസ്, എനിക്ക് ചീത്ത കേട്ടു. ഇനി എൻ്റെ അമ്മളേന്നും കൂടെ എനിക്ക് ചീത്ത കേൾക്കണം. സന്തോഷമായി. ഗൈസ്, എനിക്ക് ചീത്ത കേൾക്കുക അല്ലാതെ അവർക്ക് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായില്ല. സോ ആസ് ഐ തോട്ട് ഇറ്റ് വാസ് എ ഫ്ലോപ്പ്. അതാണ് സത്യം. ഇപ്പോഴും അവർ താഴെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നാൽ എന്താ ചെയ്യുക എന്നൊക്കെ. സോ ബാക്ക് ടു മൈ റൂം. എൻ്റെ ബെഡ് കണ്ടിട്ട് എനിക്കിങ്ങനെ കിടക്കാൻ തോന്നുന്നു. പക്ഷെ ഇനി കുളിക്കാതെ എന്നെ ബെഡ് കയറ്റില്ല. സോ ഞാൻ പോയി കുളിക്കട്ടെ ഗായ്സ്. സമയം
2:15 2 2:15. സോ ഞാൻ കുളിച്ച് കുറച്ച് നേരം ഉറങ്ങി. രാവിലെ എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ സർപ്രൈസ് വ്ളോഗ് ഗൈസ്. അങ്ങനെ ഞാൻ കുളിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഉപദേശങ്ങൾ എനിക്ക് അമ്മയുടെ ഇത് കേട്ടു. ബാക്കി ഇവരുടെയൊക്കെ റിയാക്ഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട്, എൻ്റെ അനിയനൊന്നും എണീറ്റില്ല, അവൻ്റെയൊക്കെ റിയാക്ഷൻ നാളെ വ്യക്തമായിട്ട് ഞാൻ അവരുടെ എണീറ്റിട്ട്, കാരണം ഞാൻ എത്തിയത് പറഞ്ഞിട്ട് കാര്യമില്ല 2 മണിക്കാണ്. അപ്പോൾ തെറി എന്താണെങ്കിലും കേൾക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ നോക്കിയായിരുന്നു രാവിലെ കയറിയിട്ട് ഉച്ചയ്ക്ക് വരുന്ന ട്രെയിൻ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ള ട്രെയിനിൽ ഞാൻ അങ്ങ് കയറി വന്നു, അതാണ് സത്യം. അപ്പം ഞാൻ നാളെ രാവിലെ അവരൊക്കെ എണീറ്റിട്ട് ഫ്രഷ് ആയ ശേഷം ഞാൻ അവരുടെ എല്ലാവരുടെയും റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമുക്കതുവരേക്കും വെയിറ്റ് ചെയ്യാം ഗൈസ്. അവരെണീക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അമ്മ, ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഞെട്ടിയോ ഇല്ലയോ? കണ്ടു. അതെന്താ ഞെട്ടാത്തതിന്റെ റീസൺ പറയൂ നിങ്ങൾ. റീസൺ നീ വരണൂന്നുള്ളത് അറിയാം എനിക്ക്. അതാണ്, അവിടെയാണ് ഞാൻ വീണ്ടും തോൽവി. അതെങ്ങനെ അറിയാമ്മ? നീ അന്ന് കോളേജിലത്തെ പിള്ളേരുടെ കൂടെ പറഞ്ഞു എന്ത് വരണൂന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്ങനെ സ്റ്റോറി കണ്ടോ? ഞാൻ എന്ത് ചെയ്തറിയൂ ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു അബദ്ധം കാണിച്ചായിരുന്നു. വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ എല്ലാവരും ഹൈഡ് ചെയ്ത് ഭയങ്കര തന്ത്രപൂർവ്വമായി ഞാൻ സ്റ്റോറി ഇട്ടു. അമ്മേനെ അച്ഛനെ ഇനി ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അനിയനും അനീതിനെ അടക്കം ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. ദ ട്രൂത്ത് വാസ്, ആ സ്റ്റോറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് FBയിൽ പോയി. പക്ഷെ എനിക്കത് FBയിൽ നിന്ന് എങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി അത് FBയിൽ പോയി ഗൈസ്. അങ്ങനെ എൻ്റെ അമ്മ അന്ന് വിളിച്ച് ചോദിച്ചപ്പോഴേ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി അത് FBയിൽ പോയി ഗൈസ്. അപ്പം അന്ന് അമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇല്ലമ്മ അങ്ങനെയല്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഫെബ്രുവരി കഴിഞ്ഞേ വരൂ. ബട്ട് അറ്റ് ലാസ്റ്റ് അമ്മ പൊക്കി, അല്ലേ അമ്മ? അല്ല അമ്മ. പിന്നെ അങ്ങനെയാണ് എൻ്റെ അമ്മ അറിഞ്ഞത്. ഇനി ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് റിയാക്ഷൻ കാണിച്ചത്. അമ്മൂമ്മ വന്ന വഴിക്ക് എനിക്ക് ചീത്തയായിരുന്നു, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് വരരുത് എന്ന്. അല്ലമ്മ, അമ്മയുടെ വായന്നും കേട്ടു. പിന്നെ അമ്മ ഉറക്കത്തിലായതുകൊണ്ട് അധികം എന്നെ ചീത്ത പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മ, ഇന്നലെ ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പെട്ടെന്ന് വന്നപ്പോൾ, തനി വന്നപ്പോ, ആ നേരത്ത് വന്നപ്പോ എനിക്ക് പേടിയായി. കണ്ടോ, ഇവർക്ക് എന്തിനാണ് ഈ പേടി? നിങ്ങൾ ഞെട്ടിയില്ല? സർപ്രൈസ് ആയില്ല? യോഗം നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പേടി. അല്ല, സർപ്രൈസ് ആയില്ല? സർപ്രൈസ് ആയില്ല, ഞാൻ പേടിച്ചു. സർപ്രൈസേ ആയില്ല. കണ്ടോ, ഒന്നും കൂടാണ്ട് വന്നില്ലേ എന്നുള്ളത് മാത്രമായിരുന്നു. ഒരാപത്തും ഇല്ലാണ്ട്. അതാണ്. അപ്പൊ നമുക്ക് സർപ്രൈസ് വീണ്ടും ഫ്ലോപ്പാണ് ഇവിടെയും. ഇനി എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ മിസ്റ്റർ മുരളി എന്ത് പറയും? ചോദിക്കേ. ഉരുളി നല്ല പേടിച്ചു വീടില്ലാന്നേ ഉള്ളൂ. നീ അവിടുന്ന് വിളിക്കണമെന്ന് വിചാരിച്ചേ. ഇവിടെ നിൽക്കേണ്ടത് ആരെങ്കിലും അറിഞ്ഞപ്പോ നീ അവിടുന്ന് ബാംഗ്ലൂർ ഞാൻ തങ്ങോട് വിളിക്കണമെന്ന് പറഞ്ഞ ഞാനൊരു പേടി എണീച്ചിരുന്നാണ് അങ്ങനെ. താങ്ക്സ്. അത്രയും ഇതായിരുന്നു റിയാക്ഷൻ. കണ്ടല്ലോ. അപ്പൊ നമുക്ക് നീ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാം. മിസ്റ്റർ മുരളി, ഇന്നലെ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഒരു റിയാക്ഷനും ഇല്ല. സർപ്രൈസ് ആയില്ല? ഞാനാവില്ല. എന്താ? എന്റെ സ്വഭാവം. അമ്മൂമ്മ പറഞ്ഞു പേടിച്ചെന്ന്. അമ്മമ്മ പേടിച്ചു. അമ്മൂമ്മ പേടിച്ചു, അത് എനിക്കറിയാം. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? നിങ്ങൾ സർപ്രൈസ് ആയില്ല? ഞാൻ സാധാരണ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തത്. അതെന്താ? എന്റെ സ്വഭാവം അല്ല, ഞാൻ വരുന്ന നിങ്ങക്ക് തോന്നിയില്ല? ഇല്ല, തോന്നിയില്ല. അതെന്താ? എന്തോ വന്നിട്ടുണ്ട്, എന്താണ് അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ താങ്കളുടെ എന്താ പറയാ
താങ്കൾക്ക് ഞെട്ടിയോ ഇല്ലയോ? എന്നാ ഞെട്ടാത്തെ, ഞാൻ ആരോടും പറയാതെയല്ലേ വന്നത്. ഞാൻ ഉറങ്ങിയിരുന്നു. അല്ല, രാവിലെ എണീറ്റപ്പം ഞെട്ടിയില്ല. അതെന്താ കണ്ടോ, അവർക്കൊന്നും ഒരു ഞെട്ടലില്ല. ഞാൻ എന്താ ചെയ്യാ? എന്താ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയായിരുന്നു ഞാൻ വരുമെന്ന്? എനിക്കറിയില്ല. പിന്നെ എങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസ് പോലും തോന്നില്ല? വൈ വൈ? നീ വിളിച്ചത് ഞാൻ 3 മണിക്ക് കേട്ടു. 3 അല്ല 2 മണി. 3 മണി 2 മണിക്കാണ് ആദ്യം വന്നത്. ഞാൻ വിളിച്ചത് ഞാൻ നിന്റെ ഫോൺ വിളിച്ച് 2 മണിക്കാ. പക്ഷെ നീ അച്ചാച്ചറ ഫോണിലാണ് വിളിച്ച്. 2:15. എനിക്കും തോന്നിയില്ല. കണ്ടാ? ശരി, അപ്പം നീ ഞെറ്റിയില്ലെന്നാണ് പറയുന്നത്. ഗൈസ്, ഇവന് നാളെ എക്സാം ആണ് ഗൈസ്. ഇരിക്കുന്നത് കണ്ടോ? ജലദോഷം വേണ്ട, എനിക്ക് ജലദോഷം വരും. വേണ്ട ഗൈസ്. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ബൈ. സോ ഗൈസ്, അപ്പം അതൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ റിയാക്ഷൻ. അപ്പം ഞാൻ വിചാരിച്ച പോലെ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അമ്മയ്ക്ക് ഓൾറെഡി ഒരു അറിവ് ഉണ്ടായിരുന്നു, എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. അപ്പം അതുകൊണ്ട് അധികമൊന്നും ഇവർ ഞെട്ടിയതോ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഇത് അത്ര ഞാൻ ഇന്ന ഡേറ്റ് വരുമെന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവരെൻ്റെ ആ സ്റ്റോറി, ഞാനിട്ടൊരു അബദ്ധം, ആ സ്റ്റോറിയിലാണ് ഇവർ കണ്ടുപിടിച്ചത് ഗായ്സ്. എൻ്റെ മാത്രം തെറ്റ്. സോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.